വളരെ പണ്ട് രണ്ട് ആളുകൾ ബൈക്ക് എടുത്ത് കറങ്ങാനിറങ്ങി. ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. ബൈക്കുമായിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്താ സംഭവിക്കുക അറിയാലോ? പോലീസിൻ്റെ പിടിപെട്ടു. പോലീസുകാർ ഇവരെ ചോദ്യം ചെയ്യും. പല ചോദ്യം ചോദിച്ചു. പോലീസുകാർ ഇടാപെടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കൂട്ടത്തിൽ പോലീസുകാരൻ ചോദിച്ചു, ഉപ്പാരടാ, എന്താ പേര് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ബൈക്ക് ഓടിച്ചവൻ പറഞ്ഞു, സാറേ, എൻ്റെ ഉപ്പ താങ്കൾക്കറിയോ, ആര് വന്നാലും എൻ്റെ ഉപ്പാൻ്റെ മുമ്പിൽ വന്നാലും അവർ കുമ്പിടും. എൻ്റെ ഉപ്പയുടെ മുമ്പിൽ ആര് വരികയാണെങ്കിലും കുമ്പിടും. അങ്ങനത്തെ ഒരു മഹാൻ്റെ മോനാണ് ഞാനെന്ന്. അപ്പോൾ പോലീസുകാരൻ ശബ്ദമൊക്കെ താഴ്ത്തിയിട്ട് പിന്നെ മോനെ തേനേന്നൊക്കെ പറഞ്ഞിട്ട് സംസാര രീതി മാറ്റി. ഇവൻ തോളിലെ കൈയിട്ടുകൊണ്ട് സൗഹാർദ്ദമായിട്ട് ചോദിച്ചു, മോനെ ഉപ്പ ആരാണ്, എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ ഒരു ബാർബറാണ്. എൻ്റെ ഉപ്പാക്ക് ജോലി ബാർബർ പണിയാണ്. ബാർബർ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ഏത് വലിയ ആളാണെങ്കിലും തലമുടി കളയാണ്, തല കുനിച്ചു കൊടുക്കണം. അയാളെ മുമ്പിൽ ശരിയാണെങ്കിൽ തല കുനിച്ചു കൊടുക്കണം. അപ്പം ആര് വന്നാലും എൻ്റെ ഉപ്പാന് മുമ്പിൽ തല കുനിക്കും എന്ന് പറഞ്ഞത് ഇവനുപ്പ ആരായിരുന്നു? ഒരു ബാർബറായി. അപ്പൊ പോലീസുകാരൻ സന്തോഷമായിരുന്നു, ഒരു ബുദ്ധിപരമായ മറുപടി കേട്ടപ്പോൾ. എന്നാൽ രണ്ടാമത്തെ പിടികൂടാന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ആൾ ചോദ്യം ചെയ്തപ്പോ ബാക്കിൽ ഇതാള് പറഞ്ഞു, എൻ്റെ ഉപ്പാന്റെ അടുത്ത് ആര് വരികയാണെങ്കിലും അദ്ദേഹത്തെ ഭക്ഷിപ്പിക്കാതെ, കുടിപ്പിക്കാതെ, വയറ് നിറക്കാതെ എൻ്റെ ഉപ്പ തിരിച്ചയക്കൂല. ആര് വന്നാലും എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ആര് വന്നാലും തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുക്കും, വേണ്ടതൊക്കെ കൊടുക്കും, എന്നിട്ട് തിരിച്ചയക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, എന്നാൽ ഇത്രയും വലിയ മഹാൻ ആരാണ് നിൻ്റെ ഈ നാട്ടിൽ? നിൻ്റെ ഉപ്പക്ക് എന്താ ജോലി, എന്താ ഏർപ്പാട്? അപ്പോൾ ഇവൻ പറഞ്ഞു, എൻ്റെ ഉപ്പ ഒരു ചായക്കട നടത്തുന്നതാണ്, ഒരു ചായക്കടക്കാരനാണ്. ചായക്കടയിൽ എന്താ ചെയ്യുക? തിന്നാൻ കൊടുക്കും, കുടിക്കാൻ കൊടുക്കും. ഇവരുടെ ഈ ബുദ്ധിപരമായ ഈ മറുപടി കേട്ടപ്പോൾ പോലീസുകാർക്ക് സന്തോഷമായി. ഇവർ കേസെടുത്തില്ല എന്നാണ് കഥ. ഇതോട് ചേർത്ത് വെച്ചോട് മറ്റൊരു സംഭവം പറയാം. ഒരാള് വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കി, എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാക്കിയതിന് ശേഷം വീടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പ്രായം ചെന്ന പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. പ്രായം ചെന്ന നിങ്ങൾക്ക് അറിയാലോ. പിന്നെ കുക്കിംഗ്